Hey guys, welcome back to our channel. So welcome back to another ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ബ്ലാസ്റ്റ് യെസ് ഗൈസ്, ബ്ലാസ്റ്റ് മൂവി ഞാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നടവ് രാവിലെ കണ്ട പടത്തിൻ്റെ ഒരു ക്ഷീണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹെഡേക്കും കാര്യങ്ങളൊക്കെ മാറിയത് ഈ ഒരു പടം കണ്ടപ്പോഴാണ്. സീരിയസ്ലി എൻ്റെ മോനെ കിടുക്കം പടപെടുകയോ, അതായത് ഈ മാർഷൽ ആർട്സിനെയൊക്കെ കൂടെ ഭയങ്കരമായിട്ട് ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് കിടുക്കം കുറേ ആക്ഷൻ സീക്വൻസും ഒക്കെ കൂടെ ചേർന്നൊരു വെടിച്ചില് ഫാമിലി പടമാണ് സുഹൃത്തുക്കളെ. സോ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സുഭാഷ് കെ രാജ് എന്ന് പറഞ്ഞ ആളാണ്. സ്റ്റാർ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ അർജുൻ, അഭിരാമി, പ്രദീപ് മുഖന്ദൻ, അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സും ആൾക്കാരുമാണ് എൻ്റെ മോനെ ഈ പടത്തിലുള്ളത്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് രവി ബസ്രൂറാണ്. പുള്ളി കണ്ട് രാവിലെ കാട്ടാനുള്ള അത്തും ചെയ്തിരുന്നത്. അതിനകത്ത് നമുക്ക് മറ്റേ ഒരുമാതിരി എന്താ പറയുക, ഈ KGF ആ ഒരു സാധനം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ട പൊളന്നു പോകുന്ന പോലത്തെ സാധനങ്ങളൊക്കെയാണ് പുള്ളി ചെയ്തെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെട്ടിച്ചിലും സാധനങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ, അതായത് ട്രെയിലർ ആക്ച്വലി ഇറങ്ങി 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത്. ആ ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് കിട്ടുന്ന സാധനമായിരിക്കും, ഇത് എന്തോ ഒരു സംഭവം ഉണ്ട്, ഒരു ഹോപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളുള്ള ഒരു പടമായിരിക്കും ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് ഗൈസ്, അതുപോലെ തന്നെ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ എന്നാലൊട്ട് കിടുക്കാൻ ഒരു ഭയങ്കര രസമായിട്ടുള്ള രീതിക്ക് കരാട്ടയൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് ഒന്നും പറയണ്ട. പ്രദീപ് മുഖന്ദൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈറ്റ് എൻ്റെ മോനെടാ. എനിക്ക് തോന്നുന്നു നമ്മുടെ കല്യാണി പ്രിയദർശന് ശേഷം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഐ തിങ്ക് ഇത്രയും എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത്രയും നല്ല കിടുക്കനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ആക്ട്രസ് പ്രദീപ് മുഖന്ദൻ തന്നെയാണ്. ഭയങ്കര നാച്ചുറാലിറ്റിയും എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ചില ആക്ടേഴ്സ് റോപ്പയിലൊക്കെ കെട്ടി തൂങ്ങിക്കൊണ്ട് അവിടെ ഞാൻ നടക്കുന്നതൊക്കെ നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊന്നും അല്ല ഇത്. സാധനം വേറെ പൊളിപ്പനാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ കല്യാണിയുടെ ഫൈറ്റ് നമ്മൾ ലോഹയെ കണ്ടപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് ഭയങ്കര കിടുകനായിട്ട് തോന്നിയോ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മൾ ആസ്വദിച്ചോ ആ ഒരു സാധനം അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ പോട്ടെ സെയിം ഈക്വൽ ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു കിഡിലോസ്കി സാധനം നമുക്ക് ഈ ഒരു ആക്ട്രസിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ അഭിരാമിയുടെ ആണെങ്കിലും വെട്ടിച്ചിൽ പെർഫോമൻസ്. അർജുൻ്റെ കാര്യം ഒന്നും പറയണ്ട, വിൻറ്റേജ് അർജുൻ ഈസ് ബാക്ക്, അതാണ് പറയാനുള്ളത്. അതായത് നമ്മൾ പണ്ടത്തെ മറ്റേ ഏഴുമലയൊക്കെ ആ ഒരു പടമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ അർജുൻ്റെ ആ ഒരു ഫൈറ്റ് സാധനങ്ങൾ അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി സാധനങ്ങളൊക്കെ ഉണ്ടോ, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അർജുൻ ഈസ് ബാക്ക് എന്ന് പറയാൻ പുള്ളിക്കാരൻ എങ്ങും പോയിട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ പുള്ളിക്കാരൻ ഓൾറെഡി എല്ലാം നൈസായിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും വിൻറ്റേജ് അർജുനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ പടം ഒരു പ്രതീക്ഷയില്ലാണ്ട് വന്നൊരു പടമാണ്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് എവിടേക്കും ഒരു ചെറിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. സീരിയസ്ലി അത് അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റ് ബഡ്ജറ്റിലാണ് ഈ പടം വന്നേക്കുന്നത്. തമിഴിൽ നിന്ന് ഇതേപോലെ ചെറിയ ബഡ്ജറ്റിൽ അൺനോൺ മൂവീസായിട്ട് ഒരുപാട് പടങ്ങൾ വന്ന് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു പടമാണ് ടൂറിസ്റ്റ് ഫാമിലി. അതേപോലെ നൈസായിട്ട് വന്ന് ഹിറ്റ് അടിച്ചൊരു പടമാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് പോലെ ഇതൊരു ഫാമിലിയാണ് വന്ന് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ചിരുന്ന കാട്ടാളലിൽ നമുക്ക് കിട്ടാത്ത സാധനം ഇവിടെ ഉണ്ട്, ഇവിടെ ഭദ്രം. നിങ്ങൾ ഒന്നും നോക്കട്ടെ, ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിട്ടോ, ഫാമിലി ആയിട്ട് വിട്ടോ. ആക്ച്വലി പെൺമക്കൾ അല്ലെങ്കിൽ മക്കളുള്ളവർക്ക് ഇത് കുറച്ചും കൂടെ ഫാമിലീസ്, ഡാഡീസ് മമാസ് കാണാമെന്നുണ്ടെങ്കിൽ മക്കളെ കുറച്ചും കൂടെ ഒക്കെ ബോൾഡായിട്ട് വളർത്തണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ഉണ്ടാവണം. അപ്പം നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണുക. കിടുക്കൻ അടിപ്പൻ ഒരു ഫാമിലി ആക്ഷൻ പടമാണ് സുഹൃത്തുക്കളെ. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് വിട്ടോ. ബ്ലാസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ.